ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ SIT വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണ്. അവരുടെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊരു അഭിപ്രായം പങ്കുവച്ച ആളാണ് അങ്ങ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത്, കടകംപള്ളിയെ ചോദ്യം ചെയ്തത്, പ്രശാന്തിനെ ചോദ്യം ചെയ്തത്, ഇതൊക്കെ തന്നെയും ശനിയാഴ്ച നടന്ന കാര്യമാണ്. ഇത്രയും വൈകിയാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത് എങ്കിൽ അതിനു മുൻപ് തന്നെ പത്മകുമാറിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിലെ ആ കാലതാമസം എന്നുള്ളത് സർക്കാരിന്റെ സമ്മർദ്ദമാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? SIT അങ്ങനെ സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ വേണ്ടേ കരുതാൻ? ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട പേരുകളായി തന്നെ കോടതി ചൂണ്ടിക്കാട്ടിച്ച ഒരു പേരുണ്ട്, ചങ്കദാസിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുമില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന N. വിജയകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ അടുത്ത പേര് കൂടി അവിടെ നിൽക്കുകയാണ്. അതിന് പിന്നിലും പോലീസിലെ ചിലരുടെ സമ്മർദ്ദമാണ് എന്നുള്ള ചില വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് SITക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ, ശ്രീ രാജഗോപാൽ. സ്മൃതി, ഇന്ന് ശരിക്കും SIT കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് അല്ലെ? SIT അല്ലെങ്കിൽ തന്നെ അവരുടെ പേരിൽ ആരോപണങ്ങളാണ്. നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ജാമ്യം വന്ന സമയത്ത് ഒരു സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു. ഇന്നും അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ എന്നാണ് ദേവസ്വം ബെഞ്ച് ചോദിച്ചത്. ദേവസ്വം ബെഞ്ചല്ല, ഇന്ന് വന്നത് അവധിക്കാല ബെഞ്ചാണെന്ന് തോന്നുന്നു. ഇന്ന് അവധിക്കാല ബെഞ്ചിൽ നിന്നും അത്തരം ഒരു പരാമർശം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് പോകുന്നില്ല? ഇവരുടെ ജാമ്യം ശ്രീ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യം പരിഗണിച്ചപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്താണ് അങ്ങനെ ഒരു പരാമർശം വന്നിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെയും ശ്രീ പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നും SITക്ക് അങ്ങനെ ഒരു ആരോപണം നേരിടേണ്ടി വന്നേനെ. ഭാഗികമായിട്ട് സർക്കാരിനും അത്തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്നേനെ. പക്ഷെ ദേവസ്വം ബെഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ കേസിന് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ച് അവരുടെ കാര്യത്തിൽ വളരെ തൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം ആ രീതിയിൽ അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് എന്റെ ഇപ്പോഴത്തെ ഉള്ള അഭിപ്രായം. പക്ഷെ അവർക്ക് മാൻ പവർ കുറവാണ്, അവർക്ക് അന്വേഷണ ബലം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സർവീസോട് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. പോലീസ് മൊഴി എടുക്കുന്ന കാര്യത്തിലൊക്കെ കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്മകുമാറിന്റെ മൊഴിയെടുപ്പെന്നോ ചോദ്യം ചെയ്യൽ എന്ത് വേണമെങ്കിലും അതിനെ പറയാം. അത് അനിവാര്യമായിരുന്നു. എങ്കിലേ ആ കണ്ണി പൂർത്തിയാകത്തുള്ളൂ. ആ ചെയിൻ പൂർത്തിയായി വരണമെന്നുണ്ടെങ്കിൽ അത് ആ സീക്വൻസ് ആണല്ലോ, അത് അങ്ങനെ വരണം. അങ്ങനെ വന്നെങ്കിലേ അത് അവസാനിക്കുകയുള്ളൂ. അത് പത്മകുമാർ നേരത്തെ തന്നെ ഇന്നും പത്മകുമാർ ചില സംശയങ്ങൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? വേട്ടനായ്ക്കള്, അതേപോലെ ശവന്തീനികള്. എന്താ അത് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നും വേട്ടനായ്ക്കളല്ല ആകാം, അല്ലെങ്കിൽ ശവന്തീനികളാകാമെന്നാണ്. അതായത് വേട്ടനായ്ക്കൾ എന്ന് പറഞ്ഞ ഒരു പക്ഷേ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി എന്റെ പുറകെ ഓടി വരുന്ന നായ്ക്കളെയാണ് ഉദ്ദേശിച്ചത്. ശവന്തീനികൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് ഈ പറയുന്ന കഴുകന്മാര്, അത്തരത്തിലുള്ള കഴുകന്മാരെയാണോ അതോ രണ്ടും കൂടെ ചേർത്താണ് ഉദ്ദേശിക്കുന്നത്? പത്മകുമാറിന്റെ വാക്കുകളൊക്കെ ഇത്തരം ചില പ്രത്യേകതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹം ഒന്നും നേരെ പറയുകയില്ല. നമ്മൾ പണ്ട് മലയാള ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, വാലും തലയില്ലാതെ സംസാരിച്ചു കളി. അപ്പൊ ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി നമ്മൾ ഓടണം. അല്ല, പക്ഷേ ശ്രീ രാജഗോപാൽ, ഈ ശവന്തീനികൾ എന്ന പ്രയോഗമൊക്കെ മാധ്യമങ്ങളോടുള്ള ദേഷ്യം തീർത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ആയിരിക്കാം. പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ. പണ്ട് അദ്ദേഹം പറഞ്ഞ ദൈവതുല്യർ എന്നുള്ള വാക്കിന് തന്നെ കയറി വന്നതാണ്. എന്നെ അങ്ങ് വിട്ടേര്, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച നടക്കുന്ന കാര്യങ്ങളല്ല, വേറെ ദൈവതുല്യന്മാരുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ദൈവതുല്യന്മാരെ കണ്ടെത്താൻ പോവുകയായിരുന്നു അല്ലെ? ആരാണ് അത്? ശബരിമലയിലുള്ള ദൈവതുല്യനാണോ, അതോ ഇനി പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ ദൈവതുല്യന്മാരാണോ? ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ പത്മകുമാറാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചോദ്യം ചെയ്യാൻ അനിവാര്യമായിരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ SITയുടെ അവസാന റിപ്പോർട്ട് വന്ന ശേഷം, SIT ദേവസ്വം ബെഞ്ചിൽ കൊടുത്ത ശേഷം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഒരു പരാമർശം അതിനകത്തിലുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവരെന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് പരാമർശിക്കുന്നതാണ്. പക്ഷെ അന്ന് ഒറ്റ വരിയിൽ അത് അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ടിനകത്തില് ഗൗരവതരമായ ചില പരാമർശങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, SIT അന്വേഷിക്കട്ടെ. SITക്ക് ഡയറക്ഷൻസ് ഒന്നും കൊടുത്തില്ല. അങ്ങനെയാണ് അത് അവസാനിച്ചത്. അപ്പൊ ഈ ഗൗരവതരമായ പരാമർശങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളത് വിടുന്നു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പത്മകുമാറിന്റെ മൊഴിയാണ് പോയിരിക്കുന്നത്. പത്മകുമാറിന്റെ മൊഴിയാണ് SIT എടുത്തിരിക്കുന്നത്. ഇനി പത്മകുമാർ എന്തെങ്കിലും പറഞ്ഞു കാണുമോ? നമുക്കറിഞ്ഞുകൂടാ പത്മകുമാർ എങ്ങോട്ടാണ് ചൂണ്ടിയെന്നുള്ളത്. അദ്ദേഹം പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതിനകത്ത് ധാരാളം ആളുകളുണ്ടെന്നുള്ളതും പറയുന്നുണ്ടായി.
അപ്പൊ അതിനെ നമ്മൾ അത്തരത്തിൽ വേണം കണക്കാക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ചെയിൻ അങ്ങോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ജാമ്യം കിട്ടിയ ദേവസ്വം സെക്രട്ടറി ഇതിന്റെ പരമാധികാരി പോസ്റ്റിലിരുന്ന ആളാണ്. ദേവസ്വം ഉദ്യോഗസ്ഥ തലത്തിലെ ഏറ്റവും അങ്ങേയറ്റത്തെ പോസ്റ്റിലിരുന്ന ആളാണ്. 10-35 വർഷം സർവീസ് ഉണ്ടായിരുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് സുപ്രീം കോടതി അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജയശ്രീയുടെ മൊഴി എടുത്തു കാണണം. ജയശ്രീയുടെ മൊഴിയും SIT എടുത്തു കാണും. കാരണം എന്ന് പറഞ്ഞാല് അതിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു കത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു കത്ത് വിവാദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതായത് ഈ പോറ്റി പാളി ഇളക്കിക്കൊണ്ട് പോകുന്നതിനായിട്ട് ഒരു കത്ത് അയച്ചു എന്നാണ് പറയുന്നത്. ആ കത്ത് ദേവസ്വം ബോർഡിന് അയച്ചു എന്ന് പറയുന്നു. അതിന്റെ കോപ്പി മന്ത്രി ഓഫീസിലേക്കും പോയി എന്ന് ആരോപണങ്ങൾ നമ്മൾ ഈ കത്തൊന്നും കണ്ടിട്ടില്ല. അത്തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പത്മകുമാറിന്റെ മൊഴി ഇതിൽ വന്നു എന്നാണ് പറയുന്നത്. എനിക്കും കൃത്യമായിട്ട് അറിഞ്ഞുള്ള കാരണം SITയുടെ മൊഴിയാണ്, ദേവസ്വം ബെഞ്ചിന്റെ മുമ്പാകെ മാത്രമേ ഉള്ളൂ, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ കത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ജയശ്രീക്കേ കഴിയുള്ളൂ. കാരണം പ്രസിഡന്റിന്റെ മുകളിൽ ഫൈനൽ ഒപ്പ് അവരുടേതാണല്ലോ. ഏറ്റവും അവസാനത്തെ ഒപ്പ് എന്ന് പറയുന്നത് ജയശ്രീയുടെ ഒപ്പാണ്. അവർക്കത് പറയാൻ പറ്റും. അവിടെ നിന്ന് എന്തെങ്കിലും തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എന്തെങ്കിലും വിളികളോ കത്തുകളോ വന്നിരുന്നോ, എന്തെങ്കിലും കത്ത് ഫോർവേഡ് ചെയ്ത് അയച്ചിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിളികൾ വന്നിരുന്നോ, അത് അവർ വേണം പറയാനായിട്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വന്നത് കൊണ്ടായിരിക്കാം, അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പത്മകുമാറിന്റെ മൊഴി എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ചോദ്യത്തിലേക്ക് വരാമാണ്. കാരണം അദ്ദേഹം റഡാറിലോ എന്നുള്ളത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡി മണിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഡി മണിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ആ വ്യവസായി ചില ചിത്രങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ഹോട്ടലിൽ വെച്ച് ഈ സ്വർണ്ണപ്പാളികളുടെ കൈമാറ്റം നടക്കുന്ന സമയത്ത് ചില ചിത്രങ്ങൾ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ അന്ന് വന്നത് ഡി മണിയാണ്. ഇത് വ്യവസായ മൊഴിയാണ്. ഡി മണിയാണ്. അതോടൊപ്പം തന്നെ പോറ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വത്തിന്റെ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥനെന്നല്ല, എന്തോ ഒരു വലിയ പ്രതിനിധി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനി. ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനി. അപ്പം പ്രസിഡന്റും ഒന്നും അല്ലല്ലോ, ദേവസ്വം ഭാരവാഹികളൊന്നും അല്ല, ദേവസ്വം ബോർഡിലെ ഭാരവാഹികളല്ല. അപ്പൊ ആ പ്രധാനി ആരാണ്? അത് ഇതിനകത്ത് ചോദ്യം വരുന്നതാണ്. ഇതൊക്കെ 2020 നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന പ്രധാനി, ഇതൊന്നും ഞാൻ സംശയത്തിന്റെ നിഴൽ വീട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ വസ്തുതകളെ വിലയിരുത്താനെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കേസ് പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. പ്രശാന്തിനെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടി വരും. അത് നേരത്തെ തന്നെ വന്നതാണ്. പ്രശാന്തിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ കോടതി തന്നെ ചില പരാമർശങ്ങൾ ചോദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ ശബരിമലയിൽ ഉണ്ടായിരുന്ന പാളി രണ്ടാമതും ഈ ദ്വാരപാലക പാളികൾ ഇളക്കിക്കൊണ്ടുപോകാൻ നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ ധൃതി അവിടെ കാണിച്ചത്? ആരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ്? ആ സമയത്ത് ദേവസ്വം മാനുവൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. നിങ്ങൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം. ഈ രണ്ടു വിവരങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ, പ്രശാന്തിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അത് ലംഘിച്ചു? ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 8 ദിവസം കൊണ്ട് എന്തിനാണ് ഈ പാളികൾ പെട്ടെന്ന് ചെന്നൈയിലേക്ക് അയച്ച് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചത് നന്നാക്കിച്ചെടുത്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നിലപാട് എന്തായിരുന്നു? അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതേ പൂശാൻ കഴിയത്തില്ല, ഒരിക്കൽ പ്ലേറ്റ് ചെയ്തൊരു വസ്തുവിൽ ഞങ്ങൾക്ക് പൂശാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേപ്പബിലിറ്റി ഇല്ല എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെയാണ് തിരുവാഭരണ കമ്മീഷണർ, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ബൈജു അങ്ങനെയാണ് എഴുതിയതില്ല അതില്. പക്ഷേ 8 ദിവസം കൊണ്ട് ഇത് തിരിച്ച് വീണ്ടും ചെന്നൈയിലേക്ക് അയക്കുകയാണ്. അയച്ചിട്ട് അത് സ്വർണം പൂശി കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് പ്രശാന്തിന്റെ ഇടപാടിൽ സംശയം വരുന്നത്. പ്രശാന്ത് പറഞ്ഞിട്ടാണ്, അല്ലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇവർക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് മാറ്റി എഴുതിയെന്ന് ശ്രീ ബൈജുവിന്റെ റിപ്പോർട്ടിലുണ്ട്. തിരുവാഭരണ കമ്മീഷണർ ഇപ്പൊ ജയിലിലുള്ള ബൈജുവിന്റെ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ആ 8 ദിവസം കൊണ്ട് പെട്ടെന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എങ്ങനെ മാറി വന്നു? അതൊരു വലിയ ഗുരുതരമായ ചോദ്യമാണ്. അപ്പൊ അതായിരിക്കാം അങ്ങനെ ചില സംഭവങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളും. അതുപോലെ തന്നെ പാളി തിരിച്ചു വന്ന സമയത്ത് അവസാനം വന്ന ഘട്ടത്തിലാണ് അതിന്റെ വെയിറ്റ് എടുക്കുന്നത്, ഭാരം എടുക്കുന്നത്, അല്ലേ? തൂക്കം നിശ്ചയിക്കുന്ന അന്നേരമാണ്. അതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കൊടുത്തുവിടുന്ന ജനുവരിയിൽ തിളക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജൂണിൽ വീണ്ടും സെപ്റ്റംബറിൽ വീണ്ടും തുടങ്ങുന്ന സമയത്തോ ഒക്കെ ഇതിന്റെ കൃത്യമായിട്ട് ഇതിന്റെ അളവെടുക്കേണ്ടതാണ്. എന്തുമാത്രം അതിൽ വസ്തുക്കളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആ ദേവസ്വം ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി എടുക്കേണ്ടതാണ്. അതൊന്നും അന്ന് ചെയ്തിരുന്നില്ല. എല്ലാം കൃത്യമായിട്ട് ആരുടെയൊക്കെയോ തീരുമാനപ്രകാരം
രാത്രിയിലോ നടയടച്ച സമയത്തൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും ചോദ്യമുനയിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും മൊഴി ഇനി ഒരു പക്ഷെങ്കിൽ വീണ്ടും വേണ്ടി വരാം തീർച്ചയായിട്ടും വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഇത് ഒരു അവസാന കണ്ണിയിലേക്ക് എത്തും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.